ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ് 2026 മികച്ച നടൻ ആരാണെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ്. ഷൂട്ടിംഗ് സീൻസ് എല്ലാം പുറത്തു വന്നിരിക്കുന്നു, അവാർഡുകളെല്ലാം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. പാട്ടും കൊട്ടും മേളവും സ്കിറ്റും ഡാൻസും കോമഡി പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് പരിപാടി കളറായെന്നാണ് അറിയാൻ പറ്റിയത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ആരാണ് മികച്ച നടൻ, ബെസ്റ്റ് ആക്ടർ, അതുപോലെ തന്നെ ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് സീരിയൽ. ഏറ്റവും കൂടുതൽ പേർക്ക് അറിയേണ്ട സംഭവം ഇത് തന്നെയാണ്. ആ ഒരു കാര്യത്തിലാണ് ഇപ്പൊ തീരുമാനമായിരിക്കുന്നത്. കാരണം ഷൂട്ടിംഗ് സീൻസ് എല്ലാം പലരും ഇങ്ങനെ BTS ആക്കി അവരവരുടെ അക്കൗണ്ടുകളിലൂടെ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. സോ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണെന്ന് പറയാനായിട്ട് പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ മാക്സ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഒപ്പീനിയൻസ് ഇതിനെപ്പറ്റി മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. എൻ്റെ ഇൻസ്റ്റാഗ്രാമും FB പേജും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേ വീഡിയോ ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെ കാറ്റഗറികളാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് അവാർഡ്സ്, ടെലിവിഷൻ അവാർഡ്സിന് വരാനുള്ളതെന്ന്. ആക്ച്വലി എത്ര അവാർഡുകൾ ഉണ്ടായിരുന്നു? ഒത്തിരി അവാർഡുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് കുറേ അവാർഡുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതായിരുന്നു. ഏതാ? ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, പോപ്പുലർ സീരിയൽ, ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ, ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ്, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് സ്റ്റാർ പ്ലെയർ, ബെസ്റ്റ് ആക്ടറിന്റെ നെഗറ്റീവ് റോൾ, ബെസ്റ്റ് ആക്ട്രസിന്റെ നെഗറ്റീവ് റോൾ, ബെസ്റ്റ് ന്യൂ ഫേസ് മെയിൽ ആൻഡ് ഫീമെയിൽ, ബെസ്റ്റ് സ്ക്രീൻ പ്ലേ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വളരെ കുറച്ച് സാധനങ്ങളിൽ മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് നിന്നും ഏറ്റവും കൂടുതൽ പേര് നോക്കുന്നത് ബെസ്റ്റ് ആക്ടർ ആരാ, ആക്ട്രസ് ആരാ, ബെസ്റ്റ് സീരിയൽ ഏതാ എന്നുള്ള കാര്യമാണ്. അതിന്റെ ഡേറ്റും സമയമൊക്കെ കഴിഞ്ഞു. അതിനകത്ത് നമ്മുടെ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിരിക്കുന്നത് ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന കിഷോർ പീതാംബരനാണ്, ഫ്രം മഴ തോരും മുൻപേ. ഇത് ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ ഈ പറയുന്ന കിഷോറിന്റെ മകനായിട്ടുള്ള കാളിദാസ് തന്നെയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. പോസ്റ്റ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, കൺഗ്രാറ്റുലേഷൻസ് അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട്. സോ ആ ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ വെച്ചിരിക്കാം. അപ്പോൾ എന്താണ്, അതുകൊണ്ട് ബെസ്റ്റ് ആക്ടർ ഉറപ്പായിട്ടും ആര് തന്നെയാണ്? ഈ പറയുന്ന പോലെ ബാലചന്ദ്ര മേനോൻ തന്നെയാണ്. ബെസ്റ്റ് ആക്ടർ കാറ്റഗറിയിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ റൈജൻ, കൃഷ്ണകുമാർ, നലീഫ്, ദീപൻ, കിഷോറേട്ടൻ, അരുൺ, നിതിൻ, വിഷ്ണു, ശ്രീകാന്ത്, റോമൻ, കൗശിക്, ഇത്രയും പേരാണുള്ളത്. ഈ ഉള്ളയിൽ നിന്നും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഈ പറഞ്ഞ കണക്ക് ബാലചന്ദ്ര മേനോൻ എന്ന ക്യാരക്ടർ ചെയ്യുന്ന കിഷോറേട്ടനാണ്. അപ്പൊ കിഷോറേട്ടന് തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. ബൈ വോട്ട് ബേസിസിലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടിംഗ് ലൈൻസ് ഒക്കെ നമുക്ക് ഓപ്പൺ ആക്കി തന്നതാണ്. മാത്രമല്ല കഴിഞ്ഞ വീഡിയോ ഈവൻ നമ്മൾ ഇട്ടപ്പോൾ പോലും അതിൻ്റെ ഏറ്റവും കൂടുതൽ കമന്റുകൾ അതിൻ്റെ താഴെ വന്നത് കിഷോർ തന്നെയാണ്. കിഷോറിന് തന്നെ കിട്ടത്തുള്ളൂ, കിഷോറിന്റെ ആക്ടിങ് കിഷോറിന് തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. സോ ഫൈനലി അങ്ങനെ തന്നെയാണ് ഇപ്പൊ അറിയുന്നത്. കാരണം ഫോട്ടോസ് എല്ലാം ലീക്ക് ആയിരിക്കുകയാണ്, വീഡിയോസ് ലീക്ക് ആയിരിക്കുകയാണ്, ഈ പറയുന്ന അവാർഡ് കൊടുക്കുന്ന സാധനങ്ങളെല്ലാം ലീക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് പോപ്പുലർ ആക്ട്രസ്. അതിൽ നിന്നായിരിക്കും ബെസ്റ്റ് ആക്ട്രസ് എന്തായാലും വരാൻ പോകുന്നത്. ഇഷിത, മൃദുല വിജയ്, ഷിൽജി, ഐശ്വര്യ റംസായി, മേഘ്ന, നികിത, റബേക്ക ടെസ്സ, ലക്ഷ്മി കീർത്തന, സുരഭി, അലീന സാജൻ, പാർവതി. ഇതിനകത്ത് ആർക്കാണ് കിട്ടുന്നത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു മേ ബി റബേക്കയ്ക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ നികിതയ്ക്ക് ആയിരിക്കാം. കാരണം മഴതോരം മുൻപേൽ നിന്നാണ് ഇപ്പൊ ആക്ടറിന് കിട്ടിയത്. അപ്പൊ അതേ മഴതോരം മുൻപേ തന്നെ ആക്ട്രസിന് കിട്ടുമെങ്കിൽ നികിതയ്ക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അല്ല TRP ബേസ് സീരിയൽ നോക്കിയിട്ട് അതിനകത്താണ് ഏറ്റവും കൂടുതൽ പേർക്ക് വോട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ റബേക്കയ്ക്ക് ആയിരിക്കും കിട്ടാൻ സാധ്യതയുള്ളത്. റബേക്കയ്ക്കോ അല്ലെങ്കിൽ നികിതയ്ക്കോ രണ്ടുപേരിൽ ഒരാൾക്കേ ചാൻസസ് ഉള്ളൂ. അതുപോലെ തന്നെ ബെസ്റ്റ് സീരിയൽ മിക്കവാറും എന്താണ് നമ്മുടെ മഴതോരം മുൻപേ തന്നെ ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. മഴതോരം മുൻപേ ഒരു ചെമ്പനീർ പൂവ്, ആ രണ്ട് കേസിൽ മാത്രം ഒന്ന് ഡൗട്ട് അടിച്ചാൽ മതി. എന്തായാലും ബാക്കിയുള്ള സീരിയൽ ഇഷ്ടം മാത്രം, സ്നേഹക്കൂട്ടും, മൗനം രാഗം, സാന്ത്വനം 2, കാറ്റത്തെ കിളിക്കൂട്, പത്തരമാറ്റ്, പവിത്രം, ടീച്ചറമ്മ, അഡ്വക്കേറ്റ് അഞ്ജലി, ഇതിനൊന്നും തന്നെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബൈ ക്വാളിറ്റി വൈസ് ആൻഡ് 7 PM ആൻഡ് ആ ഒരു 7:30 ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു നമ്മുടെ സന്ധ്യാസമയത്തെ പരിപാടീസ് ഒക്കെ ഒതുങ്ങിയിട്ട് TVയുടെ മുമ്പിൽ വന്നിരിക്കുന്ന സമയമാണ് 7:30 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഏത് സീരിയലും ആ സമയത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഓടുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ ഏഷ്യാനെറ്റിലുള്ള ഒരു പതിവ് പരിപാടി. അതിപ്പോൾ ഏത് സീരിയൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം സ്ലോട്ട് ഭയങ്കര അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ മേ ബി മഴതോരം മുൻപേ തന്നെ ആയിരിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ അതർവൈസ് ചെമ്പനീർ പൂവ്, രണ്ടിലെങ്കിലും ഒരു സീരിയൽ ആയിരിക്കാം. സോ ബാക്കി അവാർഡുകളുടെ കാര്യമൊന്നും അറിയത്തില്ല. എന്തായാലും വൈകാതെ തന്നെ ഇതിന്റെ ഡേറ്റ് പുറത്തു വരുമെന്ന് വിചാരിക്കുന്നുണ്ട്. ബെസ്റ്റ് പെയർ ആരായിരിക്കും? അത് മിക്കവാറും സച്ചി രേവതി തന്നെ ആയിരിക്കാനുള്ള ചാൻസ് ആണ് കേട്ടോ. അരുണും റബേക്കയും നമ്മുടെ ചെമ്പനീർ പൂവിലെ. ഇത് കാണുന്ന കുറേ പേര് ആക്ച്വലി പറയുന്നുണ്ട് ഞാൻ ചെമ്പനീർ പൂവിന്റെ ഫാനാണ്, ചെമ്പനീർ പൂവ് തലയ്ക്ക് പിടിച്ചാണ് ഞാൻ വന്ന്. എൻ്റെ പൊന്നു മക്കളെ, സത്യമായിട്ട് ഞാൻ ഒരു സീരിയൽസും കാണാറില്ല. നിങ്ങൾക്ക് ഇങ്ങനെ അപ്ഡേറ്റ്സ് തരാൻ വേണ്ടി മാത്രം ഇതിനെക്കുറിച്ചിരുന്ന് പഠിച്ചിട്ടാണ് ഞാൻ വന്ന് വീഡിയോ ചെയ്യുന്നത്. മനസ്സിലായോ? ഞാൻ ഒരു സീരിയൽസും കാണാറില്ല, മലയാളത്തിലൊന്നും തന്നെ കാണാറില്ല. ഇതിനെക്കുറിച്ചൊരു ബേസ് ഐഡിയ ഇല്ലാണ്ട് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. സോ ആ ഒരു ബേസ് ഐഡിയക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ എടുത്ത് പഠിച്ചിട്ട് വന്നത്. അല്ലാതെ എനിക്ക്
അരുണോ റബേക്കയോ അല്ലെങ്കിൽ രാഹുലോ നികിതയോ ഒന്നും തന്നെ എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരല്ല. ഇത് ഞാൻ നിൽക്കുന്ന ഒരു ഫീൽഡും അല്ല, അതുമായിട്ട് എനിക്ക് വലിയ ബന്ധവുമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ ഇതുപോലത്തെ ടെലിവിഷൻ മേഖലകളിലെ അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ബെസ്റ്റ് ആക്ടറിൻ്റെ അവാർഡ് ബാലചന്ദ്രൻ, അതായത് നമ്മുടെ കിഷോറിന് കൊടുത്താൽ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുള്ളത് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.